നമസ്കാരം. ഈ ദിവസങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച കൂത്തുപറമ്പ് രക്തസാക്ഷികളെ CPM മറന്നോ എന്നതാണ്. ലോകപ്രശസ്ത ചരിത്രകാരനും കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്ന എറിക് ഹോബ്സ്ബാം ലോകത്തുള്ള മനുഷ്യരോട് പറഞ്ഞത്, ഓർമ്മകളുണ്ടായിരിക്കണം, ഓർമ്മകളാണ് ജീവിതം എന്ന്. ഇപ്പം ചരിത്രത്തിൽ നിന്ന് നാം കുഴിച്ചെടുക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അപാരമായിട്ടുള്ള അനുഭവ ബോധങ്ങളെയാണ്. ആ അനുഭവങ്ങളെ മറന്നുകൊണ്ട് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നതാണ്. ഇപ്പോൾ CPM അനുഭവിക്കുന്ന പ്രതിസന്ധി ഭരണത്തിൻ്റെ പ്രതിസന്ധിയാണ്. ഭരണത്തിൽ പ്രത്യേകിച്ച് ഒരു ബൂർഷ്വ ജനാധിപത്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ കഴിയുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്ന വിഷമാവസ്ഥയിലാണ് ഇപ്പോൾ CPM നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം CPM അല്ലെങ്കിൽ CPMൻ്റെ നേതൃത്വം അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിലെ പോലീസ് മേധാവിയെ കണ്ടെത്താനുള്ള ലിസ്റ്റ് കേന്ദ്രത്തിന് സമർപ്പിക്കുമ്പോൾ അതിൽ 5 പേരുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും സ്വീകാര്യനായ, വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ADGP അജിത് കുമാർ ഉണ്ടായിരുന്നു, മനോജ് എബ്രഹാം ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്രം ആ 2 പേരുകളെ വെട്ടുകയും പിന്നീട് 3 പേരുകൾ ആ ലിസ്റ്റിൽ അവശേഷിപ്പിക്കുകയും ചെയ്തു. അതിലൊരാൾ നിതിൻ അഗർവാൾ, രണ്ടാമതൊരാൾ റവത ചന്ദ്രശേഖരൻ, മൂന്നാമത്തേത് യോഗേഷ് ഗുപ്ത. ഇതിലാരെ സ്വീകരിക്കും എന്ന് CPM പരിശോധിച്ചപ്പോൾ CPMനെ മെറിറ്റ് അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൽ മികച്ച ഭരണം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരു പോലീസ് അധികാരി എന്ന നിലയ്ക്ക് റവത ചന്ദ്രശേഖരനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇവരെ ആരെയും യഥാർത്ഥത്തിൽ CPMന് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലമോ രാഷ്ട്രീയ ആഭിമുഖ്യമോ ഉള്ളവരല്ല 3 പേരും. റവത ചന്ദ്രശേഖരൻ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നേ അന്ന് അക്കാലത്ത് CPMൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള എതിരാളിയായി തീരുകയാണ് ചെയ്തത്. കാരണം ആ വെടിവെപ്പിന് ഓർഡർ കൊടുത്തതിൽ ഒരാൾ ഇദ്ദേഹമാണ് എന്ന കാഴ്ചപ്പാടാണ് CPM പുലർത്തിയത്. രണ്ടാമത് നിതിൻ അഗർവാൾ എന്നത് ഇപ്പോൾ കൂത്തുപറമ്പിലെ CPMൻ്റെ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന സുകുമാരനെ RSSും അതേപോലെ തന്നെ CPM തമ്മിലുള്ള സംഘർഷകാലത്ത്, തലശ്ശേരിയിലെ സംഘർഷകാലത്ത് പോലീസ് ലോക്കപ്പിൽ ഇടിച്ച് ചമ്മന്തിയാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. യോഗേഷ് ഗുപ്ത യഥാർത്ഥത്തിൽ CPMൻ്റെ പ്രത്യയശാസ്ത്രത്തോടും അല്ലെങ്കിൽ അവരുടെ നടപടികളോടും ഒരു കാരണവശാലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരാളല്ല. അങ്ങനെ 3 പേരും യഥാർത്ഥത്തിൽ CPMനെ രാഷ്ട്രീയമായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റാത്തതായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ CPM ഇവിടുത്തെ ഭരണനിർവഹണ നേതൃത്വത്തിലിരിക്കുകയാണ്. അപ്പോൾ CPMനെ ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കേണ്ട ഒരു കേരളത്തിന് പോലീസ് മേധാവി ആവശ്യമാണ്. അങ്ങനെ പോലീസ് മേധാവിയായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ ഉയർന്നു വന്ന ചോദ്യമാണ്, കൂത്തുപറമ്പ് രക്തസാക്ഷികളെ മറന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് CPMന് കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം ആരെ തിരഞ്ഞെടുത്താലും ഈ ചോദ്യം തീർച്ചയായിട്ടും ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഭരണം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കലാണ്. ഭരണം വേണ്ട എന്ന് തീരുമാനിക്കാൻ ഏതായാലും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ CPM സാധ്യമായ കാര്യമല്ല. ഒരു കാലാവസ്ഥയിലും അങ്ങനത്തെ ഒരു ചിന്ത ഇന്നുണ്ടാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നു. അപ്പോൾ അതുകൊണ്ട് 3-ൽ തമ്മിൽ ഭേദമെന്ന് അവർക്ക് തോന്നിയ ഒരാൾ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള വിമർശനത്തിന് കാരണമായി തീർന്നു. അതുമാത്രമാണോ വിമർശനത്തിന് വിധേയമാകുന്നത്? അതുമാത്രമല്ല, വിമർശനത്തിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, കൂത്തുപറമ്പ് രക്തസാക്ഷികളെ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്കുകാരൻ എന്ന് പറയുന്നത് MP രാഘവനായിരുന്നു. മാത്രമല്ല UDF ഗവൺമെൻറ് നേതൃത്വത്തിൽ നടന്ന
ഒരു പ്രക്രിയയായിരുന്നു. എം വി രാഘവൻ കുറേ കഴിയുന്ന സമയത്ത് സി പി എമ്മുമായിട്ട് അടുപ്പം വരികയും അദ്ദേഹം മരണാസന്നമായിരുന്ന സമയത്ത് സി പി എം എം വി രാഘവനെ ഏറ്റെടുത്തു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ നിതീഷ് കുമാറും ഇപ്പോൾ സി പി എമ്മിനകത്ത് തന്നെയാണ്. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിൻ്റെ കാരണം അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വാശ്രയ കോളേജുകളുടെ പ്രശ്നമാണ്. സ്വാശ്രയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് അവിടെ സമരം നടക്കുകയും ആ സമരത്തിൻ്റെ ഒരു പരിണിതിയാണ് രക്തസാക്ഷിത്വം. പക്ഷേ ആ നിലപാടിപ്പോൾ സി പി എമ്മിനില്ല. സ്വാശ്രയ കോളേജുകളെയും സ്വാശ്രയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും സി പി എം സ്വീകരിച്ചു. അവിടെ മാത്രം അത് അവസാനിച്ചില്ല, അത് പിന്നെയും തുടർന്നു. സ്വകാര്യ സർവകലാശാലകളെ, സ്വകാര്യ വിദേശ സർവകലാശാലകൾ ഒക്കെ പരവാനിയിട്ട് സ്വീകരിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ നയങ്ങളിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി എന്ത് കാര്യം നിർവഹിക്കുന്ന സമയത്തും ആത്യന്തികമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇടതുപക്ഷ സ്വഭാവം നിലനിർത്തുകയും അതിൻ്റെ തെളിച്ചത്തിലും മിനുക്കത്തിലുമായിരിക്കണം അതിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത്. പക്ഷെ കഴിയില്ല. കാരണം ഈ ഭരണ സംവിധാനം എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ വലിയ വലിയ മതിലുകൾ ഉയർന്നു വരുമ്പോൾ അതിനെ മറികടന്നു പോകാനായിട്ട് പറ്റുന്ന തരത്തിലേക്ക് പ്രത്യയശാസ്ത്ര വളർച്ച എന്ന് പറയുന്നത് സാധ്യമല്ലാതായിത്തീരും. അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അത് മറക്കുക അല്ലെങ്കിൽ ഓർമ്മകൾ വേണ്ട എന്ന നിലപാടിൽ എത്തിച്ചേരുക എന്ന് മാത്രമാണ്. പി ജയരാജൻ എന്ന് പറയുന്ന ഒരു സഖാവ് മാത്രമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ അദ്ദേഹം സമൂഹത്തോട് പങ്കുവെക്കുകയും ചെയ്തു. ഇപ്പോൾ കേരളം സ്വാഭാവികമായിട്ടും ഇത്തരം ആശങ്കകളെ ഉൾക്കൊള്ളണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ സി പി എമ്മും ഇടതുപക്ഷവുമൊക്കെ അവർ ഉന്നയിക്കുന്ന മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം ഇനിയും തുടർന്നു പോകേണ്ടതുണ്ടോ എന്ന് അവരോട് ചോദിക്കുന്ന തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഈ സംഭവം ഉയർത്തിയിരിക്കുന്നത്. ഭരണവും സമരവും എന്ന് പറയുന്ന ഒരാശയം പഴയ കാലത്ത് EMS മുന്നോട്ട് വച്ചിരുന്നു. നിങ്ങൾക്ക് ഭരിക്കാം, പക്ഷേ ഭരണത്തിൽ നിങ്ങൾ എതിർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ നിങ്ങൾ സമരം ചെയ്യുക എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാട് ഇന്നും പ്രസക്തമാണ്, എന്നും പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നു.